വെൽക്കം ബാക്ക് ടു റൈഡിംഗ് റിപ്പോർട്ടേഴ്സ്. ഇനി നമ്മൾ പോകുന്നത് കാസർഗോഡേക്കാണ്. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ ഒരു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ നഷ്ടപരിഹാരമായി നൽകിയ 25 ഏക്കർ സ്ഥലത്താണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സഹജീവനം സ്നേഹഗ്രാമം എന്ന് പേരിട്ടിരിക്കുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ എക്കാലത്തെയും സ്വപ്നമായ ആ പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ടോ? അവിടേക്ക് എത്തുന്നു അരുൺ പാറക്കൽ. 6000-ലധികം എൻഡോസൾഫാൻ രോഗികളുള്ള ജില്ലയാണ് കാസർഗോഡ്. അവർക്കായി ഒരു പുനരധിവാസ പദ്ധതി വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാർ ജില്ലയിലെ മുളിയാർ പഞ്ചായത്തിൽ ഒരു പുനരധിവാസ ഗ്രാമം നിർമ്മിച്ചിട്ടുണ്ട്. ആ ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ എൻഡോസൾഫാൻ രോഗികൾക്കുള്ള പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സ്ഥലമാണ് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം. ഇവിടെയാണ് 55 കോടി രൂപ ചെലവിൽ 25 ഏക്കറിൽ പുനരധിവാസ പദ്ധതി വരാൻ പോകുന്നത്. ഇതിൽ 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടമാണ് എനിക്ക് പുറകിൽ കാണുന്നത്. ഇനി രണ്ടാം ഘട്ടമെന്നോണം എൻഡോസൾഫാൻ രോഗികൾക്ക് താമസത്തിനും അതുപോലെ തൊഴിൽ പരിശീലനത്തിനുമായുള്ള സംവിധാനവും ഒരുക്കും. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള തെറാപ്പി സെൻറ്റർ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അകത്ത് രോഗികളുള്ളതിനാൽ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. പക്ഷേ എൻഡോസൾഫാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതെങ്ങനെ ഉപകാരപ്പെടുന്നുവെന്നത് നമുക്ക് പരിശോധിക്കാം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് സഹജീവനം സ്നേഹഗ്രാമം. ആദ്യഘട്ടത്തിൽ 100 കുടുംബങ്ങളെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞെങ്കിലും പിന്നീടിത് തെറാപ്പി സെൻറ്റർ മാത്രമായി ഒതുങ്ങി. കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ പഞ്ചായത്തിൽ മുതലപ്പാറയിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കുമുള്ള തെറാപ്പി സൗകര്യം ഇവിടെ ലഭ്യമാണ്. അവധി ദിവസങ്ങളിലൊഴികെ തെറാപ്പിക്കായി 100 കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഡെവലപ്മെൻറ്റൽ തെറാപ്പി, മറ്റ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സൈക്കോ തെറാപ്പി, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഈ തെറാപ്പി സൗകര്യങ്ങളിൽ ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യുക, അതിനുള്ള പ്രത്യേക കെട്ടിടങ്ങൾ കൊടുക്കുക, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക കെട്ടിടത്തിലേക്ക് മാറും. കൂടാതെ നമ്മൾ റെസ്പൈറ്റ് ഹോം എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് ഭിന്നശേഷിക്കാരായ ആൾക്കാരെ വീട്ടിലൊറ്റക്കാക്കി പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു ആശുപത്രിവാസമൊക്കെ വരുമ്പോഴേ അപ്പോൾ അവരെ താൽക്കാലികമായി താമസിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനമാണ് റെസ്പൈറ്റ് ഹോം എന്ന് പറയുന്നത്. രണ്ടാം ഘട്ട കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി പദ്ധതി വിപുലീകരിക്കുന്നുണ്ട്. ഒപ്പം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പി അവരിൽ പുഞ്ചിരി നിറയ്ക്കാൻ തുടങ്ങിയ ഈ പദ്ധതി ഉദ്ദേശിച്ച രീതിയിൽ നടപ്പിലായില്ല എന്ന വിമർശനം എൻഡോസൾഫാൻ സമരസമിതി പ്രവർത്തകർ ഉന്നയിക്കുന്നു. സാധാരണ അമ്മമാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ മരിച്ചാൽ എൻ്റെ കുഞ്ഞെന്ത് ചെയ്യും? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പുനരധിവാസ ഗ്രാമത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു തെറാപ്പി സെൻറ്റർ മാത്രമായിട്ടാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. അത് മാറി ഇത്തരം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ളൊരു കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള പ്രവർത്തനങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ സർക്കാർ യഥാർത്ഥത്തിൽ നീങ്ങേണ്ടത്. എൻ്റെ കാലശേഷം ഞങ്ങളുടെ മക്കളെ ആര് നോക്കും? കാസർകോട്ടെ എൻഡോസൾഫാൻ രോഗികളായ കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്ന് ഉയർന്നു കേട്ട നിലവിളിയാണിത്. അതിനൊരു പരിഹാരമെന്നോണമാണ്
പുനരധിവാസ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത്. പക്ഷേ ഇത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തിയോ എന്ന കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഇല്ല എന്നത് തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.